ഈ വലിപ്പമുള്ളത് മാത്രമാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ വർഷം മാത്രമേ എടുത്തത് വലിപ്പമുള്ളത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ ഇപ്രാവശ്യം എന്താക്കി, ഇതുപോലത്തെ ചെറുതടക്കം എടുക്കാൻ തുടങ്ങി. കണ്ടാ ഞങ്ങൾ അത് ഇരുന്ന്, പക്ഷേ ഇത് ഇതിൻ്റെ ഇത് ഇളക്കി കളയാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ ഉപ്പിടാതെ പുഴുങ്ങിയിട്ട് കഴിക്കൽ സാധാരണ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വേവിച്ച് എടുത്തിട്ട് ഇതുപോലെ ഇളക്കി കളയാൻ പാടാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഉപ്പിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേഗത അതുപോലെ സിമ്പിളായിട്ട് ഇളകി വരും. അപ്പോൾ ഇവിടെ കാടമുട്ടയുടെ തൊണ്ടൊക്കെ ഇളക്കി കളയണ പോലെ അതിനേക്കാൾ എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ഇളകി വരും. ഞാനിവിടെ ഇളക്കിയെടുത്തിട്ട് സുഖമായിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് എടുത്തിട്ട് ഈ സാധനം കഴിക്കാം. അപ്പോൾ എത്ര കുഞ്ഞ കാച്ചിലാണെങ്കിലും, കാച്ചിൽ എന്ന് പറയുക ഞങ്ങളുടെ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ കാവത്തിൻ്റെ വള്ളിയിലുണ്ടാവുന്ന സാധനം. ഇതൊക്കെ കഴിഞ്ഞ വർഷം വരെ ഇഷ്ടംപോലെ ഉണ്ടാവലുണ്ട്, നല്ല മുഴുത്തത് ഉണ്ടാവലുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കളയലായിരുന്നു ഒരു 3-4 വർഷമായിട്ട്. പക്ഷേ 3-4 വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ആ വലിപ്പമുള്ളത് മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇത്ര ചെറുതടക്കം ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായപ്പോൾ ഇതുപോലെ ഉപയോഗിക്കുക. നല്ല ടേസ്റ്റാണ് ഇത്. നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് പറിച്ചെടുക്കുക, വെള്ളത്തിലിടുക, നല്ലപോലെ വേവിക്കുക. വെന്തതിന് ശേഷം ശകലം ഉപ്പിട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ സമ്മതിക്കുക. അതിന് ശേഷം ആ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇളകി വരാൻ സുഖമായിട്ട് സിമ്പിളായിട്ട് വരും. ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് സുഖമായിട്ട് നല്ല അടിപൊളിയായിട്ട് മഴ ടേസ്റ്റ് സുഖമായിട്ട് കഴിക്കാം. ഇവനാണ് വളവൻ. ഇതിൻ്റെ വേവുന്നതിന് മുമ്പ് അടുപ്പത്ത് കടന്ന് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്ക് ആയി അത്ര വെന്താൽ മതി എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ ഇത് വേവിച്ച് അതുപോലെ ഉപ്പിട്ടിട്ട്, മറ്റേ ഉപ്പിടലായിരുന്നില്ല, ഉപ്പിട്ടിട്ട് നോക്കിയപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഈ സാധനം കിട്ടാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാവത്തിൻ്റെ വള്ളിയിലും ഉണ്ടാകുന്ന ഈ സാധനം ഉപേക്ഷിക്കേണ്ട, നല്ല ടേസ്റ്റാണ്. ഉപ്പില്ലാതെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇളക്കി കളയാൻ പാടുന്നുള്ളൂ. ശകലം ഉപ്പിട്ടിട്ട് പുഴുങ്ങി ഈ സാധനം പിന്നെ ഒരു പണി ചെയ്യാം. ഇത് നമ്മളിതുപോലെ ഇളക്കിയെടുത്ത് നമുക്ക് ഇത് കടു പൊട്ടിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചായക്ക് ഇതായിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞങ്ങൾ ചായ ഒന്നും കുടിക്കുന്നില്ല, ഞങ്ങൾ ചുമ്മാ ഇരുന്ന് ഇവന്മാർ കഴിക്കുന്നത് കണ്ടപ്പം എനിക്കും നല്ലൊരു രസം തോന്നി, ഞാനും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി ഈ സാധനം ഞങ്ങൾ വേസ്റ്റാക്കില്ല. അതെങ്കിലും വീട്ടിലതുപോലെ വള്ളിയിൽ നിൽക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ പറിച്ചിട്ട് വരും. കാരണം അത് ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ സാധനം ഇവിടെ കൊടുന്നിട്ടപ്പോൾ അതിന് വേണ്ടി ചൂട് ആറാനൊന്നും സമയമില്ല. അതിന് മുമ്പ് അത് എടുത്തിട്ട് ഇത്ര കുഞ്ഞതടക്കം എടുക്കണം. അതായത് ഒരു ചെറിയ ആട്ടുംകാട്ടത്തിൻ്റെ വലിപ്പം എന്ന് പറയാം, അല്ലാതെ ഇതിനിപ്പോൾ വേറെ എൻ്റെ ഉദാഹരണം പറയുക. അത്രയും കുഞ്ഞിയ സാധനം, നമ്മുടെ മുയൽക്കാട്ടത്തിൻ്റെ ഒക്കെ വലിപ്പമുള്ള സാധനത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ചെറിയ കുഞ്ഞതടക്കമാണ് എടുക്കുന്നത്. ഈ സാധനമൊക്കെ ഇങ്ങനെ എടുത്തത് ആ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടെന്ന് സെറ്റപ്പാണ്. അപ്പോൾ ഒരു ചൂട് പറഞ്ഞു വന്ന് ചൂട് പോകാനുള്ള സമയം പോലും ഇരിക്കില്ല. ഇവർ വെള്ളം കൊണ്ടുവന്ന് വെച്ചാൽ വെള്ളത്തിനകത്ത് ഇട്ടിട്ടാണ് സാധനം തണുപ്പിച്ചിട്ട് എടുത്ത് അടിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഇതുപോലെ നല്ല ഒരു ഇതാണിത്. അപ്പോൾ ഓക്കെ, ഞങ്ങൾ സൂപ്പറല്ലേ കുഞ്ഞാ? അപ്പം ഇനി ഞങ്ങൾ തീരുമാനിച്ചു ഇതുപോലത്തെ കുഞ്ഞ് സാധനം പോലും ഞങ്ങൾ കളയത്തില്ല. അത്രയും സിമ്പിളായിട്ട് ഈ സാധനം തൊണ്ട് കളയണ കേസായിരുന്നു ഞങ്ങൾ ആദ്യം ബുദ്ധിമുട്ടായിട്ട് ഈ സാധനമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ ഇത് ഇങ്ങനെ ഇളക്കി കളയാന്നുള്ളത് എളുപ്പമാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇത് ആടിന് കൊടുത്താൽ ആട് കഴിക്കും. അവളിത് വേസ്റ്റ് ആക്കുന്നില്ല. ആട് സുഖമായിട്ട് ആട് കഴിക്കും. താങ്ക് യു വാച്ചിങ്. വളരെ നന്ദി വീഡിയോ കണ്ടതിന്.